ഓൾട്ടേർഡ് ന്യൂറൽ പ്രോസസ്സിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു ചേഞ്ച്. അതായത് കുട്ടികളിൽ അവരുടെ ഗ്രോയിങ് ഏജിൽ ഇത്തരം വയലന്റ് മീഡിയ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ ഘടനയിലും അതിന്റെ ഫങ്ഷനിലും വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടാവും. ഈ ചേഞ്ചസ് കുട്ടികളിൽ അതിവൈകാരികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഭാവിയിൽ സൈക്യാട്രിക് രോഗങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത അധികരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് മനസ്സിലാക്കുന്നതിലും പ്രോസസ്സ് ചെയ്യുന്നതിലും പ്രകടിപ്പിക്കുന്നതിലും ഒരുതരം വൈകല്യം ഇത്തരം ബ്രെയിൻ ചേഞ്ചസ് വന്നിട്ടുള്ള ആളുകളിൽ കാണാം. ചെറുപ്പക്കാരിൽ ഒരു ഹാബിറ്റായിട്ട് ഒരു നീണ്ട കാലയളവിലേക്ക് വയലന്റ് എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ തലച്ചോറിലെ ഡോർസൽ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇത് ഭാവിയിൽ സൈക്കോപെത്തോളജിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ കണ്ടിട്ടുള്ള വിഷ്വൽസ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ ഡിസൈൻ ചെയ്യുന്നതിൽ നമ്മുടെ ലോങ് ടേം മെമ്മറിക്ക് വലിയ പങ്കുള്ളത് കൊണ്ടും ഇത്തരം വയലന്റ് മീഡിയ എക്സ്പോഷർ ഉള്ള ആളുകളിൽ അഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും പെരുമാറ്റങ്ങളും കൂടുതലായിട്ട് കാണാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. വയലന്റ് മീഡിയ എക്സ്പോഷർ അത് ഏത് രീതിയിലാണെങ്കിലും, ഓൺലൈൻ ഗെയിമുകൾ വഴിയാണെങ്കിലും, സിനിമകൾ വഴിയാണെങ്കിലും, സോഷ്യൽ മീഡിയ വിഷ്വൽസ് വഴിയാണെങ്കിലും അത് കുട്ടികളിലേക്ക് എത്തരുത് എന്ന് പറയുന്നതിനുള്ള ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്.